അങ്ങനെ ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പോയത് അവിടുത്തെ ഫാൻസി സ്റ്റോറിലോട്ടാണ്. ആക്ച്വലി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് നമ്മളെല്ലാം ബില്ലും ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഒരു ഷോപ്പിൽ വന്നിട്ട് അവിടുത്തെ ഫാൻസി സെക്ഷൻ നോക്കാതെ പോകാനായിട്ട് എന്തായാലും നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല അല്ലേ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയായിരിക്കും മോസ്റ്റ്ലി പിന്നെയും കാണുന്നത്. മാത്രമല്ല ഓൾറെഡി നമ്മുടെ ഫൈനൽ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ഇനിയൊന്നും പർച്ചേസ് ചെയ്യാനുള്ള പ്ലാൻ ഒന്നുമില്ല. എങ്കിലും ഈ ഒരു സെക്ഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോഴേക്കും ഒരു ചെറിയ മനസ്സുഖം. പിന്നെ കുറച്ച് ആ ഒരു ഫാൻസി സെക്ഷനിലൊക്കെ നിന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് വെയർസിന്റെ സെക്ഷനിലോട്ടാണ്. മിക്കപ്പോഴും ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴേക്കും ആദ്യം എൻ്റെ കണ്ണ് പോകുന്നത് കുഞ്ഞു കുട്ടികളുടെ ചെപ്പൽസിന്റെ കളക്ഷനിലോട്ടാണ്. ആ കുഞ്ഞു ചെപ്പൽസിന്റെ അറേഞ്ച്മെന്റ്സും കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെപ്പൽസിനൊക്കെ നല്ല ഓഫേഴ്സ് കാണാറുണ്ട്. അപ്പോഴേക്കും ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഫൺ ഫാക്റ്റാണ്, ഞാനൊരു പെർട്ടിക്കുലർ ഫംഗ്ഷനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് വരുമ്പോഴും ഒരു ഓഫേഴ്സോ കളക്ഷൻസോ ഒന്നും കാണത്തില്ല. പിന്നെ ഞാൻ എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറി കളക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും ഓഫേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്രാവശ്യം അവിടെ പോയപ്പോഴും റബ്ബർ, ലെതർ, പ്ലാസ്റ്റിക് ഇങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലായിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ള പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ നമ്മൾ പോയത് സാരി സെക്ഷൻസിലോട്ടാണ്. കാരണം ഇപ്പോൾ ഒരു മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അത് പല സ്റ്റൈൽസിലും ഡിസൈൻസിലും ഒക്കെ പുള്ളിക്കാരുടെ മനസ്സിൽ അത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇനി നമ്മളൊരു ഫംഗ്ഷൻസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയും, ഓക്കെ അന്ന് ഞാൻ അവിടെ കണ്ട ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. പിന്നെ പോയത് വാങ്ങി സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യാറ്. അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ പുറത്ത് കൊടുത്ത് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലൂടെ ഒന്ന് കയറണമായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങനെ സൂപ്പർബ് എന്നൊന്നും പറയാനില്ലെങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ അതൊന്നും ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന മാങ്ങയെടുത്ത് നോക്കിയപ്പോൾ അത് പാകമായിട്ടില്ല. സോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. സോ ആദ്യം നമ്മൾ പോയത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു. എനിക്ക് കറക്റ്റ് പാകമായിട്ടുള്ളത് നോക്കിയെടുക്കാൻ അറിയത്തില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നിയത് രണ്ടെണ്ണം നോക്കി ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തൈര് വാങ്ങണമായിരുന്നു. തൈര് ഓൾറെഡി വീട്ടിലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ വന്നത്. പിന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അമ്മയെ വിളിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് വീട്ടിൽ തൈരില്ല എന്നുള്ള കാര്യം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് ബില്ല് ചെയ്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷമായിരുന്നു പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ ഇതിൽ എന്തെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് പെട്രോൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് അത് കുറേശ്ശെ ഒഴിച്ച് മാത്രമേ കുഞ്ഞ സ്കൂട്ടി യൂസ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് വേറെ എങ്ങും കയറാൻ നിന്നില്ല. പിന്നെ നേരെ പോയത് വീട്ടിലോട്ടായിരുന്നു.